വെൽക്കം ടു നീഡിൽ വേവ് ഡിസൈൻ. ഇന്നൊരു തയ്യർ ബേബിൻ്റെ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അതിന് നമുക്ക് 3/4 മീറ്റർ വർക്ക് പീസ്, പ്ലെയിൻ നെറ്റ് 5 മീറ്റർ, ക്രേപ്പ് ലൈനിങ് 3 മീറ്റർ, പിന്നെ ഒരു കോട്ടൺ ലൈനിങ്ങും. കോട്ടൺ ലൈനിങ്ങാണ് നമ്മൾ യോക്ക് പാർട്ട് അടയാളപ്പെടുത്തുന്നത്. 1 ഇഞ്ച് അകലം വിട്ടിട്ട് നമ്മളവിടെ ഷോൾഡർ അടയാളപ്പെടുത്തുക. 4.5 ഇഞ്ചാണ് എനിക്ക് ഷോൾഡർ വേണ്ടത്. അപ്പോൾ 4.5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുക. 4.5 ഇഞ്ച് തന്നെ നമുക്ക് ആം ഹോളും അടയാളപ്പെടുത്തുക. അവിടുന്ന് നമ്മൾ 1 ഇഞ്ച് നമ്മൾ ആം ഹോളിൻ്റെ കർവിന് വരച്ചിട്ട് അവിടെ കർവ് വരച്ചെടുക്കാം. അതിനുശേഷം എനിക്ക് 5.5 ഇഞ്ചാണ് ചെസ്റ്റ് വേണ്ടത്. നമ്മുടെ 1 ഇഞ്ചും കൂടെ ഏറെ എടുത്തിട്ട് 6 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി. അതിനുശേഷം ലെങ്ത്ത് എനിക്ക് 9 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ചും കൂട്ടിയെടുത്തിട്ട് നമ്മൾ 10 ഇഞ്ച് ലെങ്ത്തും, അതേപോലെ ഷേപ്പ് തന്നെ 5 ഇഞ്ചാണ്. 5 ഇഞ്ച് കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്ത് 6 ഇഞ്ച് കട്ട് ചെയ്യാം. ഇതേപോലെ കട്ട് ചെയ്താൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ കിട്ടും. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ വെച്ചിട്ട് അതിൻ്റെ വർക്ക് പീസിലും അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുക. അതുപോലെ ബാക്ക് പീസിൻ്റെ അളവ് വെച്ചിട്ട് സെയിം അളവ് വെച്ചിട്ട് തന്നെ നമ്മളെ ബാക്ക് പീസിൻ്റെ വർക്ക് പീസും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതേപോലെ ഒരു കോട്ടൺ ലൈനിങ്, പിന്നെ ക്രേപ്പ് ലൈനിങ്, ഇതേപോലെ വർക്ക് പീസും സെയിം, അതേപോലെ ബാക്ക് പീസും അതുപോലെ തന്നെ അങ്ങനെ തന്നെ ക്രേപ്പ് ലൈനിങ്, കോട്ടൺ ലൈനിങ്, പിന്നെ വർക്ക് പീസും ഇതുപോലെ വെക്കുക. പിന്നെ നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. നെക്ക് എനിക്കിവിടെ 4 ഇഞ്ചാണ് ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കൊടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് വിടുത്തും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു നമ്മൾ ബോക്സ് ആക്കിയിട്ട് വെക്കുക. അതിന് ശേഷം ഒരു 3/4 ഇഞ്ച് നമ്മൾ ഇതേപോലെ ലെങ്ത്തിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുക. അതുപോലെ തന്നെ ബാക്ക് പീസും ഞാൻ 3 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് സെയിം 2 ഇഞ്ച് വിടുത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഈ ഒരു വി ഷേപ്പിലാണ് വരച്ചു കൊടുക്കേണ്ടത്. കട്ട് ചെയ്തിട്ട് ആ ഭാഗം മാറ്റിയെടുക്കുക. നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഫ്രണ്ടിലെ പീസ് ഇതുപോലെ കിട്ടും. അതിനുശേഷം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതേ ഷേപ്പിൽ നമ്മൾ പ്ലെയിൻ നെറ്റിലും അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഒരു എക്സ്ട്രാ തുമ്പിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നെറ്റ് പീസും വർക്ക് പീസും ലൈനിങ്ങും അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്തിട്ട് കോർണർ പീസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം വർക്ക് പീസിൻ്റെ മേലായിട്ട് ആ ഒരു പ്ലെയിൻ നെറ്റിൻ്റെ പീസ് വെച്ചെടുക്കുക. കോട്ടൺ ലൈനിങ്ങും അതിൻ്റെ മേലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അടുത്ത് തിരിച്ചിട്ടെടുക്കുക. അതിന് ശേഷം നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നെക്കിൻ്റെ ആ വീതിയാണ്. അതിന് ശേഷം നമ്മൾ അപ്പുറത്തെ പീസും ഇതുപോലെ ജോയിൻ ചെയ്യുക. വർക്ക് പീസ് ജോയിൻ ചെയ്ത പീസും പിന്നെ ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ടും സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രേപ്പ് ലൈനിങ്, വർക്ക് പീസ്, കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗവും ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗവും ഒന്നിച്ച് വെച്ചിട്ട് ഇതേപോലെ മറിച്ചിട്ടിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ ഇതേപോലെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ മറ്റേ ഭാഗവും സെയിം ഇതുപോലെ തന്നെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ വെക്കുമ്പോൾ നോക്കേണ്ടതാണ്. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഒരുപോലത്തെ പീസാണ് നമ്മൾ ഒന്നിച്ച് വെച്ചെടുക്കേണ്ടത്.
അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ നമുക്ക് തുമ്പൊന്നും ഉള്ളിൽ കാണാത്ത രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം, ബാക്കും ഫ്രണ്ടും. അതിനുശേഷം നമ്മളിതിന് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ആ എക്സ്ട്രാ വരുന്ന ഭാഗത്ത് നമുക്ക് ആ സിബ് അറ്റാച്ച് ഒഴിച്ചിട്ട ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഈ ഭാഗത്ത് സിബ് വെച്ചെടുക്കുകയാണ്. ഞാനിവിടെ ഇൻവിസിബിൾ സിബ്ബാണ് നമ്മൾ വെച്ചെടുക്കുന്നത്. ഇൻവിസിബിൾ വെക്കുന്ന വീഡിയോ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതേപോലെ നമ്മൾ സിബ് വെക്കുമ്പോൾ പിന്നെ നമ്മൾ ആ തുറന്ന് വെച്ച ഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആ ഭാഗം നമ്മൾ മുകൾക്കാക്കിയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ സിബ് ഇതേപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് കിട്ടും. ഇതേപോലെ അറ്റാച്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് യോക്ക് പാർട്ടിൽ നമ്മളെ ബോഡിൻ്റെ അളവ് അടയാളപ്പെടുത്താം. എനിക്കിവിടെ ഒരു 10.5 ഇഞ്ചാണ് ചെസ്റ്റിന് വേണ്ടത്. അപ്പോൾ ഞാനവിടെ 10.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ആ ഭാഗത്തും ഈ ഭാഗത്തും വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഷേപ്പ് എനിക്ക് വേണ്ടത് 10 ഇഞ്ചാണ്. അതും നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഷേപ്പിൻ്റെ ഭാഗത്ത് 10 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിതിനെ മറിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്തായിട്ടുള്ളത് അതിനുശേഷം നമുക്ക് സ്ലീവ് അടയാളപ്പെടുത്താം. ഞാനിവിടെ സ്ലീവ് പഫ് സ്ലീവാണ് ഈ ഫ്രോക്കിന് നമ്മൾ വെക്കുന്നത്. അതിനൊരു 4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ രണ്ട് സൈഡ് 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ കയ്യിൻ്റെ സ്ലീവിന് എത്രയാണോ വേണ്ടത് അതിൻ്റെ ഭാഗം അടയാളപ്പെടുത്തുക. എനിക്കിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചും വിഡ്ത്ത് 3.5 ഇഞ്ചാണ് വേണ്ടത്. 3.5 ഇഞ്ച് കൂടെ നമ്മൾ 1 ഇഞ്ചും കൂടെ ഇട്ടിട്ട്, അതായത് അടിക്കാനുള്ള തുമ്പിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. സ്ലീവിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. ആ ലൈനിങ്ങിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ആ ലൈനിങ്ങിൻ്റെ ആ കട്ട് ചെയ്ത് മാറ്റിയ സ്ലീവിൻ്റെ ഭാഗം വെച്ചിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ഒരു 10 ഇഞ്ച് എക്സ്ട്രാ വീതിയും അതേപോലെ 2 ഇഞ്ച് നീളത്തിലും നമ്മൾ എടുക്കുക. എടുത്തതിന് ശേഷം ഇതുപോലെ അളവിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതേപോലെ നമ്മൾ ഫ്രില്ല് ചെയ്തെടുക്കുക. അതേപോലെ ഫ്രില്ല് ചെയ്തതിന് ശേഷം പിന്നെ ലൈനിങ്ങിൽ വെച്ചിട്ട് നമ്മളെ മെയിൻ ക്ലോത്തിൻ്റെ അടിഭാഗം ഇതേപോലെ അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. മെയിൻ ക്ലോത്തിന് നമ്മൾ മുകളിലാക്കിയിട്ട് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഭാഗം കൂടെ അറ്റാച്ച് ചെയ്യാം. സ്ലീവിന് നമുക്ക് യോക്ക് പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എനിക്ക് 5.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ സ്ലീവിലും അടയാളപ്പെടുത്തിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്ലീവ് നമുക്കിങ്ങനെ പഫ് സ്ലീവായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഇനി സ്കേർട്ടിനും വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ നെറ്റ് അടയാളപ്പെടുത്തണം. എനിക്കിവിടെ 12 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. കൂടെ ഒരു ഇഞ്ചിന് കൂട്ടിയിട്ട് ഞാൻ 13 ഇഞ്ച് ലെങ്ത്തിൽ വെട്ടിയെടുത്തു. അത് ഫ്രില്ലിടുക. അതേപോലെ ക്രേപ്പ് ലൈനിങ്ങും 13 ഇഞ്ചിലെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഫ്രില്ലിടുക. അതേപോലെ ഫ്രില്ലിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാകും. ഇതേപോലെ നെറ്റ് പീസും ക്രേപ്പ് ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും ഫ്രില്ലിട്ട് മാറ്റുക. ഞാനിത് 3 ലെയറായിട്ടാണ് പ്ലെയിൻ നെറ്റ് ഫ്രില്ലിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം അതിൻ്റെ അടിയിൽ ഉള്ളിലൂടെ നമുക്ക് ഇതേപോലെ ക്രേപ്പ് ലൈനിങ്ങും ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്ങും ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ചുറ്റുഭാഗമായിട്ട്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ യോക്ക് പാർട്ട് സ്കേർട്ട് പാർട്ടായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യണില്ല. അപ്പോൾ അതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ ഭാഗം മറിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളെ യോക്ക് പാർട്ട് വെച്ചിട്ട് ചുറ്റുഭാഗം അടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതുപോലെ നല്ല പഫായിട്ടുള്ള സ്ലീവും നല്ല ഫ്രില്ലുള്ളൊരു ഫ്രോക്ക് നമുക്ക് റെഡി ചെയ്തതിന് ശേഷം ബാക്കിൽ ഒരു ബോവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.